എല്ലാവർക്കും ഡ്രാമ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ നൈറ്റ് ഓഫ് ദ കോമറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലിന്നിനെയാണ്. കൂടെ ഹോങ്ങിനെയും കാണാം. ലിന്നും ഹോങ്ങും പരിചയക്കാരാണ്. ഹോങ്ങിനെ പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ ചെങ്ങാണെന്ന് ഒരു നിമിഷം ലിന്ന് കരുതി പോവാണ് കേട്ടോ. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഹോങ്ങിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് ലിൻ. കൂടാതെ ഹോങ് വളരെ ഭാഗ്യം കെട്ട ഒരാളാണെന്നും ചെങ്ങിൻ്റെ മുകളിലുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണെന്നും പറയുന്ന ലിനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമുക്ക് കേൾക്കാം. ഹോങ് അന്നേരം അവൻ്റെ കോഴിത്തരൊക്കെ ചെറുതായിട്ട് ലിന്നിൻ്റെ അടുത്ത് എടുക്കാനൊക്കെ നോക്കുകയാണ്. പലപ്പോഴും ഇതുപോലെ പെട്ടെന്ന് ഹോങ് വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ചെങ്ങാണെന്ന് ലിന്ന് പലപ്പോഴും കരുതിയിട്ടുണ്ട്. പക്ഷെ അവൾ അങ്ങനെയൊന്നും ഹോങ്ങിന് പറ്റിക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് തന്നെ അത് ചെങ്ങല്ലെന്ന് ലിന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ചെങ്ങിൻ്റെ അത്ര വലിയൊരു ഫാനാണ് ലിന്ന്. ഹോങ് ഈ സമയം ലിന്നിൻ്റെ അടുത്ത് വന്നത് കുറച്ച് കാശ് കടമായിട്ട് വാങ്ങാനായിരുന്നു. കയ്യിലൊന്നും ഇല്ലെന്ന് പറയുന്ന ലിന്നിനോട് നിൻ്റെ ക്യാമറ ശരിയാക്കിയത് ഞാനല്ലേ, ക്യാമറ ഇല്ലെങ്കിൽ നിനക്ക് ജോലിയുണ്ടോ, ജോലി ഇല്ലെങ്കിൽ നിനക്ക് വീടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഹോങ് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. അവസാനം സെൻറ്റിമെൻറ്റ്സ് ഇറക്കി നോക്കുകയാണ് ഹോങ്. എൻ്റെ പേരൻസ് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ മരിച്ചു പോയില്ലേ, എന്നെ നോക്കാൻ ആരാ ഉള്ളത്, എൻ്റെ ആഗ്രഹം ഒരു വലിയ നോവലിസ്റ്റ് ആവണമെന്നായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല 2017 ഫെബ്രുവരി 14 തൊട്ട് ഭാഗ്യക്കേടൻ്റെ കൂടെ പറപ്പാണ്. ഇപ്പോൾ നമുക്ക് 2017 ഫെബ്രുവരി 14 ഒരു സീൻ കാണാം. തൻ്റെ നോവലിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ ചെന്നുകൊണ്ടിരിക്കുന്ന ഹോങ്ങിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്നാണ് അവൻ്റെ ലാപ്ടോപ്പിനൊരു ഗ്ലിച്ച് വരികയും റൂമിലെ ലൈറ്റൊക്കെ തന്നെ കത്താനും കെടാനും ഒക്കെ തുടങ്ങുന്നത്. ശരിക്കും വെട്ടമില്ലാഞ്ഞുകൊണ്ട് തന്നെ തട്ടി വീഴുവാണ് ഹോങ്. അങ്ങനെ ആ വീഴ്ചയിൽ ചെറിയൊരു മുറിവ് അവൻ്റെ നെറ്റിയിൽ വരികയാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന ഹോങ്ങിനെ കാണാം. ഈ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 2017 വന്ന ചെങ്ങ ഹോസ്പിറ്റൽ റൂമിൻ്റെ വെളിയിലിറങ്ങിയ ഏജൻറ്റ് ലിങ്ങിനെ കണ്ടതിന് ശേഷം ഒന്നും മനസ്സിലാവാനാവാതെ അവിടെ നിൽക്കുമ്പോൾ അതിലൂടെ പോയ പേഷ്യൻ്റ് വേറെ ആരുമല്ല, നമ്മുടെ ഹോങ് ആയിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നോവലിൻ്റെ സ്ക്രിപ്റ്റായിട്ട് നടക്കുന്ന ഹോങ്ങിൻ്റെ കയ്യിൽ നിന്ന് അത് മോഷണം പോകുന്നതാണ്. അതിനുശേഷം നമുക്ക് കാണാം ഹോങ് അവൻ്റെ പേര് മാറ്റുവാണ്. സത്യത്തിൽ ചെങ്ങെന്ന് തന്നെയായിരുന്നു അവൻ്റെ പേര്. ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം നമ്മുടെ ചെങ്ങിൻ്റെ പോലെ തന്നെ സെയിം ആയിരുന്നു. ആ പേര് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് പേര് തന്നെ മാറ്റാൻ ഹോങ് തീരുമാനിച്ചത്. ഇതൊക്കെ കേൾക്കുന്ന ലിന്ന് ഹോങ്ങിനോട് പാവം തോന്നിയിട്ട് അവളുടെ ക്രെഡിറ്റ് കാർഡ് അവന് കൊടുക്കുകയാണ്. ലിന്ന് ഹോങ്ങിനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. അടുത്ത സീനിൽ ചെങ്ങിൻ്റെ അസിസ്റ്റൻ്റ് അവനോട് ഹോങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോലിയോ വരുമാനമോ ഒന്നുമില്ലാതെ തൻ്റെ സുഹൃത്തുക്കളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ഒരാളാണെന്നും ഒക്കെയാണ് പറയുന്നത്. ചെങ് അപ്പോൾ ഹോങ് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അസിസ്റ്റൻറ്റിനോട്. അസിസ്റ്റൻ്റ് അപ്പോൾ പറയുകയാണ് ഹോങ് പൈസ കൊടുക്കാനുള്ള ആരെയോ പേടിച്ച് വേറൊരു സ്ഥലത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ചെങ്ങിൻ്റെ ഷൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി ഹോങ്കോങ്ങിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഏജൻസിക്കാരെയാണ്. അന്നേരം അവിടേക്ക് ചെങ്ങ് വന്നിട്ട് ലൊക്കേഷൻ ഹോങ്കോങ്ങിൽ നിന്ന് നമ്മുടെ ഹോങ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റണം എന്ന് പറയുകയാണ്. അസിസ്റ്റൻ്റ് അതിനുശേഷം ചെങ്ങിനെക്കുറിച്ച് വന്നൊരു ന്യൂസ് ചെങ്ങിനെ കാണിക്കുകയാണ്. ലിന്നാണ് അത് എഴുതിയത് എന്ന ആ സമയം ചെങ്ങ് മനസ്സിലാക്കുവാണ്. അടുത്ത സീനിൽ ഓഫീസിലേക്ക് വരുന്ന ലിന്നിനെയാണ് കാണിക്കുന്നത്. ഓഫീസിലെ മറ്റുള്ളവർ ഒരു മീറ്റിങ്ങിൽ വെച്ച് ചെങ്ങിൻ്റെ കൂടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന മിയ എന്ന പെൺകുട്ടിയുടെ കാര്യം പറയുവാണ്. അവരുടെയൊക്കെ ഓഫീസിലെ വലിയൊരു ഹെഡായിട്ടുള്ള അവരുടെ ബോസിൻ്റെ റിലേറ്റീവ് കൂടിയാണ് മിയ. മീറ്റിങ്ങിൽ പറയുന്നത് ചെങ്ങിൻ്റെയും മിയയുടെയും ഷൂട്ടിൻ്റെ ഇടയ്ക്ക് കപ്പിൾ ഫോട്ടോസായിട്ട് എടുക്കണമെന്നും ഒരാൾ അതിനു വേണ്ടി പോകണം, കൂടാതെ ആ പണി ശരിക്ക് ചെയ്താൽ പ്രമോഷൻ ഉറപ്പാണെന്നും ഒക്കെ പറയുകയാണ്. അവിടേക്ക് ലിന്നിൻ്റെ ആ സീനിയർ കൊളീഗ് വന്നിട്ട് അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെങ്ങിനെയും മിയയും കുറിച്ച് വന്ന ന്യൂസ് എഴുതിയത് ലിന്നാണെന്നും പറയുവാണ്. ഇത് കേൾക്കുന്ന ആ ഓഫീസിലെ മറ്റുള്ളവർ മുന്നേ പറഞ്ഞ പണി അതുകൊണ്ട് ലിന്നിനെ ഏൽപ്പിക്കുവാണ്. താല്പര്യം ഇല്ലേ കൂടി ലിന്നിനെ ഏൽക്കേണ്ടി വരുവാണ്. സീനിയർ കൊളീഗ് അന്നേരം ആ ജോലി ഭംഗിയായി ചെയ്തുള്ള ഗുണങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ് ലിന്നിന്. അപ്പോൾ തന്നെ ലിന്നിൻ്റെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് വരികയാണ്. വേറൊന്നുമല്ല, ഹോങ് അവളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെടുക്കുന്ന പൈസയുടെ വിവരങ്ങളാണ് അതിലുള്ളത്. അത്യാവശ്യം വലിയൊരു തുകയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ലിന്നിന് നല്ല ദേഷ്യം വരികയാണ്. അടുത്ത സീനിൽ ഷൂട്ടിന് പോകാനായിട്ട് എയർപോർട്ടിൽ വരുന്ന ചെങ്ങിനെയാണ് കാണിക്കുന്നത്. അവിടെ മൊത്തം ചെങ്ങിൻ്റെ ഫാൻസ് അവനെ കാണാൻ എത്തിയിരിക്കുമായിരുന്നു. ഷൂട്ടിനായിട്ട് എത്തിയ മിയയും അവളുടെ അസിസ്റ്റൻ്റായിട്ട് എത്തിയ ലിന്നിനെ നമുക്ക് കാണാം. മിയ കുറച്ച് ജാടയും ആറ്റിറ്റ്യൂഡും ഒക്കെയുള്ള കൂട്ടത്തിലാണ്. അവൾ അന്നേരം ലിന്നിനെ മിൽക്ക് ടീ വാങ്ങണമെന്ന് പറഞ്ഞ് വിടുകയാണ്. മിൽക്ക് ടീ ആയിട്ട് വരുന്ന ലിങ് അതേസമയം അവിടെ ഹോങ്ങിനെ കാണുകയാണ്. അവൻ അതേസമയം ചെങ്ങാണെന്ന് പറഞ്ഞ് ഓരോ പെൺകുട്ടികളോട് കള്ളം പറഞ്ഞ് നടക്കുമായിരുന്നു. ഇതറിഞ്ഞ ലിന്ന് അവനെ വഴക്ക് പറയുകയും അവളുടെ ക്രെഡിറ്റ് കാർഡ് ചോദിക്കുകയും ചെയ്യുമ്പോൾ ചെങ്ങ് ദാ അവിടെ നിൽക്കുന്നു എന്ന് പറയാണ് ഹോങ്. ഇത് കേട്ട ലിന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ഗ്യാപ്പിൽ ഹോങ് അവിടുന്ന് സ്കൂട്ടാവുകയാണ്.
അന്നേരം അറിയാതെ അവൾ വാങ്ങിയ മിൽക്ക് ടീ കയ്യിൽ നിന്ന് താഴെ പോവുകയും ചെയ്യുകയാണ്. മിയ അന്നേരം ഫോൺ വിളിച്ച് എൻ്റെ മിൽക്ക് ടീ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ലിൻ അങ്ങ് പോവാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മാറുന്ന ലിൻ കാണുന്നത് വാഷ്റൂമിൻ്റെ വെളിയിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെയാണ്. ചെങ്ങ് അകത്തുള്ളത് കൊണ്ടായിരുന്നു അവിടെ അത്രയും ആൾക്കൂട്ടം. പക്ഷേ അവിടേക്ക് എത്തിയ ലിന്ന് അതിനുള്ളിൽ ഹോങ് ആണെന്ന് കരുതി അവിടെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ആരും വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ വാഷ്റൂമിൽ ചെങ്ങും ഹോങ്ങും ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയ രണ്ടുപേരും തമ്മിൽ കാണുവാണ്. ഹോങ് അന്നേരം ആഹാ നമ്മൾ ശരിക്കും ഒരുപോലാണല്ലേ എന്നൊക്കെ പറയാണ്. ഹോങ്ങിൻ്റെ മുഖത്തൊന്ന് തൊട്ടു നോക്കുന്ന ചെങ്ങിന് പെട്ടെന്നൊരു വേദന പോലെ തോന്നുകയാണ്. ലിന്ന് ഹോങ്ങിൻ്റെ പേരും പറഞ്ഞ് പുറത്ത് കിടന്ന് ബഹളം വയ്ക്കുന്ന ഹോങ് കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോവുകയാണ്. കൂടെ ചെങ്ങിൻ്റെ പേഴ്സിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ടാണ് അവൻ പോകുന്നത്. ഹോങ്ങിനെ നേരിട്ട് കണ്ട ഞെട്ടലിൽ നിൽക്കുന്ന ചെങ്ങിൻ്റെ അടുത്തേക്ക് അവിടെ ഹോങ് ആണ് നിൽക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് ലിന്ന് എത്തുകയാണ്. ഓടി വന്ന ലിന്ന് അറിയാതെ സ്ലിപ്പായി വീഴാൻ പോയപ്പോൾ ചെങ്ങിൻ്റെ ടവൽ താഴെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ചെങ്ങ് അവൾ കാണാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കുന്ന ലിന്ന് ഇനി അതെങ്ങാനും ചെങ്ങായിരിക്കുമോ എന്നാലോചിക്കുകയാണ്. അപ്പോൾ തന്നെ മിൽക്ക് ടീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മിയ വിളിക്കുവാണ്. അടുത്ത സീനിൽ ചെങ്ങിൻ്റെ റൂമിൻ്റെ പുറത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ലിന്നിനെയാണ് കാണുന്നത്. മിയ പറഞ്ഞിട്ടാണ് ലിൻ അവിടെ പോയിരിക്കുന്നത്. ചെങ്ങായിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന ഫോട്ടോസ് കിട്ടാനായിട്ടായിരുന്നു അത്. അതേസമയം സ്ക്രിപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ചെങ്ങിൻ്റെ റൂമിലേക്ക് വരികയാണ് മിയ. ഡയറക്ടറോട് പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ ചെങ്ങ് ശ്രമിച്ചെങ്കിലും മിയ അകത്ത് കയറി വരുവാണ്. ചെങ്ങായിട്ട് ക്ലോസ് ആവാൻ ശ്രമിക്കുന്ന മിയ കണ്ടിട്ട് ലിന്നിനെ സഹിക്കുന്നേ ഇല്ല. അതേസമയം നീ ഇവിടെ എൻ്റെ അനുവാദം ഇല്ലാതെ കയറി വന്നു എന്നൊക്കെ പുറത്ത് ന്യൂസായിട്ട് വന്നാൽ എന്തു ചെയ്യും നീ എന്ന് ചോദിക്കുകയാണ് ചെങ്ങ് മിയയോട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ അവൾ അവിടെ നിന്ന് പോവാണ്. ലിന്നിന് നല്ല വിഷമമുണ്ടായിരുന്നു, താല്പര്യമില്ലാഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതിൽ. അതേസമയം അവിടെ നോക്കുമ്പോൾ ചെങ്ങിനെ പെടുത്താൻ വേണ്ടി വേറൊരു റിപ്പോർട്ടർ അതിൽ കറങ്ങി നടക്കുന്നത് കാണുവാണ് ലിന്ന്. ചെങ്ങിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ച് മുടിയൊക്കെ മാറ്റി റൂം സർവീസ് എന്ന് പറഞ്ഞ് കയറി ചെല്ലുവാണ് ലിന്ന്. അവളൊന്ന് അങ്ങോട്ട് മാറിയപ്പോഴേക്കും അവളുടെ ബാഗ് തുറന്നു നോക്കുന്ന ചെങ്ങ് അവളുടെ ക്യാമറ കാണുകയും വന്നിരിക്കുന്നത് റിപ്പോർട്ടറാണെന്ന് മനസ്സിലാവുകയും ചെയ്യുകയാണ്. ലിന്ന് നേരം അവൻ്റെ റൂമിൽ കയറി വിൻഡോയുടെ അടുത്ത് പോയി ആ റിപ്പോർട്ടർ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ചെങ്ങ് അവിടെ ചെന്നിട്ട് അവളുടെ തൊപ്പിയും മാസ്കൊക്കെ എടുത്ത് മാറ്റുകയാണ്. തന്നെ ചെങ്ങ് കണ്ടുപിടിച്ചല്ലോ എന്ന പേടിയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ലിന്ന് പെട്ടെന്ന് അവിടെ സ്ലിപ്പായിട്ട് നേരെ ചെങ്ങിൻ്റെ മേത്തേക്ക് വീഴാണ്. ഈ സീനോട് കൂടി രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.